സാറിൻ്റെ സിനിമാ ഫീൽഡിലും രാഷ്ട്രീയ ഫീൽഡിലും ഇത്രത്തോളം സീനിയാരിറ്റി ആണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പം സാറിൻ്റെ അത്ര പോലും സീനിയാരിറ്റി ഇല്ലാത്ത ഈ അടുത്ത സമയത്ത് വന്ന യുവനടന്മാരൊക്കെ വരെ പ്രസ്താവന ഇറക്കുന്നുണ്ട്. സാറിന് ഈ പ്രസ്താവനയോടൊന്നും ഒരു താല്പര്യമില്ലേ? അല്ല, പ്രസ്താവന ഇറക്കുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അതാത് രംഗത്ത് ഇപ്പോൾ ഒരു പൊതുപ്രവർത്തന രംഗത്താണെങ്കിൽ പ്രസ്താവന ഇറക്കാൻ യോഗ്യരായിട്ടുള്ള എത്രയോ ആൾക്കാർ വേറെ ഉണ്ട്. സാഹിത്യകാരന്മാരുണ്ട്. ഞാനൊരു സാഹിത്യകാരനല്ല, ഞാനൊരു സിനിമാ നടൻ. ആ സിനിമാ നടൻ എന്ന നിലയിൽ പിന്നെ ചില കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ ചിലപ്പോൾ ഒരു സായാഹ്ന ചർച്ചകളിലൊക്കെ TV ചർച്ചകളിലൊക്കെ എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താറുണ്ട്. വിവാദങ്ങളിൽ നിന്നും വിട്ടു നിൽക്കും ഞാൻ. കാരണം നമ്മൾ ഒരു വിവാദ കൃഷിക്കാരനായി വരുന്നത് എനിക്കിഷ്ടമല്ല. വിവാദം കൃഷി ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. വിവാദങ്ങൾ കൃഷി ചെയ്യുക, നന്നായിട്ട് കൃഷി വളമൊക്കെ ഇട്ട് കൃഷി. അല്ല, സാധാരണ ഒരു രാഷ്ട്രീയക്കാർ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അറിഞ്ഞോ അറിയാതോ അറിഞ്ഞില്ലെങ്കിൽ പോലും അതിനകത്ത് ഇടപെടുക എന്നുള്ള രാഷ്ട്രീയക്കാരുടെ പൊതുവായുള്ള ഒരു സ്റ്റൈലാണ്. ആ പട്ടികയിലുള്ള രാഷ്ട്രീയക്കാരനായിട്ട് എന്നെ പെടുത്തണ്ട. ഞാൻ രാഷ്ട്രീയം കാര്യങ്ങൾ ചിന്തിക്കുന്നതൊക്കെ എനിക്ക് ഒരുപാട് നല്ല സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ നാട് തന്നെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സ്വപ്നമുണ്ട്. അതിൻ്റെ ഫലം എനിക്കും കൂടെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. അത് സ്വാർത്ഥതയാണെങ്കിൽ ആ സ്വാർത്ഥത എനിക്കുണ്ട്. ഒരു റോഡ് നാളെ നല്ല റോഡ് വന്നാൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഇന്ന് 6 മണിക്കൂർ എടുക്കുമെങ്കിൽ നാളെ 3 മണിക്കൂർ കൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എൻ്റെ സന്തോഷമാണ്, ജനങ്ങളുടെ സന്തോഷമാണ്. അതേ അവസരത്തിൽ അവിടെ കുടിയൊഴിപ്പിക്കുന്ന ആൾക്കാരുടെ ലൈഫിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. അല്ലാതെ എൻ്റെ സ്വാർത്ഥത മാത്രം എങ്ങനെയെങ്കിലും എനിക്ക് എറണാകുളം വരെ 3 മണിക്കൂർ കൊണ്ട് എത്തണം, എനിക്ക് കാസർഗോഡ് വരെ 4 മണിക്കൂർ കൊണ്ട് എത്തണം എന്ന ചിന്ത വരുമ്പോൾ അത് നല്ലതാണ്. പക്ഷേ അതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും കൂടെ നമ്മൾ കണക്കിലെടുക്കുമ്പോഴാണ് നമ്മളിലുള്ള ഒരു കലാകാരനിലുള്ള ഒരു മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? ഞാൻ ഈ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്നോടൊപ്പം അത് അനുഭവിക്കാൻ ഒരുപാട് പേർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എനിക്ക് മാത്രം ചിലർ ബസ്സിൽ ആദ്യം ഇങ്ങനെ കാത്ത് നിൽക്കും. ബസ്സിൽ കൈ കാണിച്ച് ബസ് നിർത്തിക്കഴിഞ്ഞ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ആഗ്രഹം ഈ ബസ് ഒരിടത്ത് നിർത്തരുതെന്നാണ്. എത്രയും പെട്ടെന്ന് പോട്ടെ എന്നാണ് അവൻ്റെ ചിന്ത. അതാണ് മനുഷ്യരുടെ സ്വാഭാവികമായിട്ടുള്ള ചിന്ത. ബസ്സിൽ കയറുന്നവരെ എങ്ങനെയെങ്കിലും കയറി പറ്റുക, കയറി കഴിഞ്ഞാൽ ബസ് ഒരിടത്ത് നിർത്തേണ്ട, വഴി നിൽക്കുന്നവൻ നിന്നോട്ടെ എന്നുള്ള ചിന്തയല്ല എനിക്കുള്ളത്. ഞാൻ നന്നാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു സമൂഹം കൂടെ നന്നാവണം. എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയാൽ സന്തോഷിക്കുകയേ ഉള്ളൂ ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഞാൻ ഇടപെടുന്നില്ല, വിവാദങ്ങളിൽ ചെന്ന് തലയിടുന്നില്ല. സാറിനിപ്പോൾ വിവാദത്തിന് താല്പര്യമില്ല അല്ലേ? ഇപ്പോൾ രാത്രി ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പോലും രാത്രി 10 മണിക്ക് ഞാൻ മറ്റുള്ളവരുടെ റൂമിൽ പോയി ഡിസ്കഷൻ, ചിലരൊക്കെ ഒന്ന് സ്വകാര്യമായിട്ടൊന്ന് കൂടി പിരിയാറുണ്ട്. ഞാൻ പോകാറില്ല, ഞാൻ കിടന്നുറങ്ങും. അപ്പോൾ അതിൻ്റെ പേരിൽ ആരോപണങ്ങളും വരാറുണ്ട്. അവൻ്റെ കാര്യം നോക്കിയിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള മൊയ്തീനാണെങ്കിൽ വിവാഹത്തിനോട് താല്പര്യമുണ്ട്. 3 കല്യാണം കഴിച്ചു. വിവാഹവും തമ്മിൽ വ്യത്യാസമുണ്ട്. അല്ല, അത് സത്യമാണ് കേട്ടോ കാതരൻ പറഞ്ഞത്. നമ്മൾ 3 കല്യാണം കഴിച്ചിട്ട് ഒരു വിവാദം ഉണ്ടായില്ല. കാതരൻ ഒരു കല്യാണം കഴിച്ച ആകെ വിവാദമായി കിടക്കുക. ഒരു കേസ് വരെ കൊടുത്തു. പിന്നെ ചിലപ്പോൾ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. ചില രാത്രി നല്ല സീനൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൂമിൻ്റെ വെളിയിൽ വെച്ച് ആ സീനിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഗുഡ് നൈറ്റ്, കുറച്ച് നേരം കൂടെ ഇരുന്നിട്ട് പോകാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഉറങ്ങാൻ പോവാണ്. എൻ്റെ കാര്യം ഉറക്കം ഭയങ്കര പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. പിറ്റേ ദിവസം രാവിലെ ചായ കൊണ്ടുവന്ന് പ്രൊഡക്ഷൻ ബോയ് പറഞ്ഞു, സാറേ ഇന്നലെ രാത്രി ആണെന്ന് അറിഞ്ഞില്ലേ? ഇല്ല. അവസാനം വലിയ അടിയായി. പിന്നെ ചെറിയൊരു പ്രശ്നത്തിൽ എല്ലാവരും മദ്യപിച്ചു എന്നും പറയുന്നില്ല, 1-2 പേര് മദ്യപിച്ചു. അതിലൊരാൾ പറഞ്ഞ ഡയലോഗ് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ നടൻ ഈ നടനെ കയറി തെറി വിളിച്ചു, ആ നടൻ അടിച്ചു, അടിയും ബഹളം. അവസാനം പോലീസ് ഇടപെട്ടു. ഇതൊന്നും സാർ അറിഞ്ഞില്ല? ഇല്ല, അറിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഗുണമായില്ലേ? ഞാൻ വന്നിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ പോലീസ് സ്റ്റേഷനിൽ പോയില്ലെങ്കിൽ അവിടെ സ്വാർത്ഥത വന്നേനെ. പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരില്ലേ? ആരുടെയെങ്കിലും ഒരാളുടെ പക്ഷം നിൽക്കാതെ തന്നെ 2 പേരെയും ജാമ്യത്തിൽ ഇറക്കാനോ അല്ലെങ്കിൽ കാര്യം ഇതാണെന്ന് പറയാനോ ഞാൻ പോകേണ്ടി വരുമായിരുന്നില്ലേ? ഞാൻ പോയില്ല. അപ്പോൾ അന്ന് ഞാൻ പോകാതിരുന്നത് നല്ലതാണെന്ന് വിശ്വാസം എനിക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ചർച്ചകൾ, മദ്യപിച്ചതിന് ശേഷമുള്ള ചർച്ചകൾ പലപ്പോഴും വലിയ കുഴപ്പങ്ങളിൽ ചെന്ന് കലാശിക്കാറുണ്ട്. അത് സിനിമാ രംഗം എന്നല്ല, സിനിമാ രംഗത്ത് ഞാൻ ആക്ഷേപിക്കുകയല്ല. എല്ലാ രംഗത്തും മദ്യം കഴിച്ചിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവിടെ പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സ് കൂടും. ഈ വെള്ളം കഴിച്ചു കഴിഞ്ഞാൽ ശരി അങ്ങനെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇമോഷണലാവും. അത് മദ്യത്തിൻ്റെ കുഴപ്പമാണ്, നമ്മുടെ കുഴപ്പമില്ല. മദ്യം എന്ന് പറയുമ്പോൾ സെറിബെല്ലത്തിനാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആടി പോകുന്നത്? സെറിബെല്ലത്തിനാണ് ബാധിക്കുന്നത്. നമ്മുടെ ബാലൻസിനെ വരെ ബാധിക്കും. സ്റ്റാഗറിങ് എന്തുകൊണ്ടാണ്? സെറിബെല്ലം കൊട്ടുപടി അടിച്ച പോലെ. അതുകൊണ്ടാണ് ചില മദ്യത്തിൻ്റെ ഒരു കൊട്ടുപടി എന്ന് വരെ ഉള്ളത്. അപ്പോൾ ആടി പോകുന്ന അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എന്നെ കിട്ടില്ല. ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കാനും ഇത്ര കൃത്യമായി പറയാനും സാറിന് അനുഭവങ്ങളൊന്നുമില്ലല്ലോ ഈ ഫീൽഡിൽ എന്തെങ്കിലും? അല്ല, ഇതിൻ്റെ കാര്യം സിമ്പിളല്ലേ. മദ്യപാനിക്ക് എന്തുകൊണ്ടാണ് ഈ കാല് ഇങ്ങനെ ആടി പോകുന്നതെന്നുള്ളതൊക്കെ നമുക്ക് ബേസിക്കലി നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. കോടിക്കണക്കിന് രൂപ ചിലവാക്കി
ഒരു സിനിമ ഷൂട്ട് ചെയ്ത് വെളിയിലിറക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെ റിലീസിങ് ദിവസം ഒരു ടെൻഷനുണ്ട്. പക്ഷേ ആ ടെൻഷനിൽ ഏറെ ടെൻഷൻ അനുഭവിക്കുന്നത് പ്രൊഡ്യൂസറായിരിക്കും, ഇത്രയും കാശ് ചിലവാക്കിയ. അപ്പോൾ ആ പ്രൊഡ്യൂസറിൻ്റെ ഒരു ടെൻഷന് ഒരു മാനസികാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കുമോ ഒരു സ്ഥാനാർത്ഥി ഇതുപോലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു ഞാൻ വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തോടെ നിൽക്കുമ്പോൾ ഈ സ്ഥാനാർത്ഥിയുടെ ടെൻഷനും ഈ പ്രൊഡ്യൂസറുടെ ടെൻഷനും എങ്ങനെ നോക്കി കാണുന്നു സാർ? ചുമ്മാ ഒരു ഫണ്ണിയായിട്ട് ചോദിച്ചതാണ് സാർ. അല്ല, ഫണ്ണിയായിട്ടില്ല, നല്ല ചോദ്യമാണ്. അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സിനിമയുടെ റിസൾട്ട് എന്ന് പറയുന്നത് പല ഇതിലൊന്ന് സാർ അനുഭവിച്ചിട്ടുള്ളതാണല്ലോ. അല്ല, ഇതിനെക്കുറിച്ച് പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് അല്ലെങ്കിലും ഇപ്പോൾ നായകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള പടങ്ങളെല്ലാം തന്നെ എല്ലാ റിലീസ് സെൻറ്ററിലും എങ്ങനെയുണ്ടെന്ന് ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ചെന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ ഞാൻ ഇരുന്നിട്ടുണ്ട്. ഓ, പാലക്കാട് അവിടെ ഫുള്ളാണ് കേട്ടോ സർ. എറണാകുളം ഫുള്ളാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമല്ലേ. അങ്ങനെ ഫുള്ളാണ്, ഇവിടെ ഫുള്ളാണ്. മിമിക്സ് പരേഡ് ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ചെന്ന് ഓരോ കാര്യങ്ങളും ഞാൻ ഇതേപോലെ ചോദിച്ച് മനസ്സിലാക്കി. അവിടെ ഫുള്ള്, ഇവിടെ ഫുള്ള്, ട്രിവാൻഡ്രം അവിടെ ഫുള്ളടിച്ച് പോകുന്നു. നല്ല എല്ലാ വാർത്തകളും കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിന്നപ്പം അവിടെ പിന്നിലാണല്ലേ. ശരി, ഇവിടെ പിന്നിലാണ്. ശരി എത്ര മറ്റേ അവിടെയും പിന്നിലാണ്. അവിടെ വളരെ പിന്നിലാണ്. അപ്പം പിന്നെ ഏകദേശം തീരുമാനമായി. പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു പിന്നിലാണെന്നുള്ള ട്രെൻഡ് മനസ്സിലാക്കിയാൽ എനിക്ക് അത്യാവശ്യം ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി പരാജയത്തിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ ഹാപ്പിയായി. ആ പിന്നിലാണെന്ന് ആദ്യം കിട്ടുന്ന ഒരു 5-6 സെൻറ്ററിൽ നിന്നും ആ സമയത്ത് നമുക്കൊരു ടെൻഷൻ ഇങ്ങനെ ആയിരിക്കും. ഉറപ്പായി കഴിഞ്ഞാൽ ശരി ഞാൻ വിളിക്കാം. ഓക്കെ, പിന്നെ ഹാപ്പിയായി. സാറ് ജയിക്കും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. കാരണം സാറിന് നേരെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് കഴിഞ്ഞ പ്രാവശ്യം നിന്ന ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചാണ് സാർ ഇപ്രാവശ്യം നിന്നത്. അപ്പം തീർച്ചയായിട്ടും അത് ജയിക്കാനുള്ള സാധ്യതയുള്ള ആ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു അത്. കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ 1 മണിക്കൂർ വരെ ഞാനും വിചാരിച്ചിരുന്നത് ഞാൻ ജയിക്കുമെന്ന് തന്നെയാണ്. അതിനുശേഷം അല്ലല്ലോ മാറിയത്. അപ്പോൾ അത് മാറുമ്പോൾ അത് പ്രസ്ഥാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കട്ടെ. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മത്സരിച്ചത് 3 പ്രാവശ്യം MLA ആയ ഒരു വ്യക്തിയായിട്ടാണ്. അതിൻ്റേതായിട്ടുള്ള ഒരു പരിചയം, പ്രവർത്തന പരിചയമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഞാനൊരു തുടക്കക്കാരനാണ്. ആ കന്നിക്കാരൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളും എനിക്കുണ്ടായിരുന്നിരിക്കാം. ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക്, അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കോളത്തിൽ 3 ടൈംസ് MLA ഓക്കെ, അയാൾക്ക് പ്ലസ് കിട്ടിക്കാണും. അതൊക്കെ കിട്ടിക്കാണും. അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ പരിഭവിച്ചിട്ട് കാര്യമില്ല. തിരഞ്ഞെടുപ്പെന്നല്ല, ഏത് രംഗമായിരുന്നാലും എനിക്ക് പരിഭവങ്ങളില്ല. എന്നെ അദ്ദേഹം സഹായിച്ചില്ല, X സഹായിച്ചില്ല, Y സഹായിച്ചില്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ സഹായിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ കഴിയാത്തതിൻ്റെ അവരുടെ പരിമിതി നമ്മൾ മനസ്സിലാക്കണം. തീർന്നില്ലേ, നമ്മൾ ഹാപ്പി ആവും. വേറെ മറ്റേ എനിക്ക് വോട്ട് ചെയ്തില്ല, വോട്ട് ചെയ്യാത്തവരോട് എനിക്കൊരു പരിഭവമില്ല. അവർ നല്ലവർ തന്നെ, അവരുടെ ചിന്ത, അവരുടെ അവകാശം അവർ ആ രീതിയിൽ വിനിയോഗിച്ചു. അതിൻ്റെ അർത്ഥം അവർ തന്നെ പറയും വോട്ട് ചെയ്തെന്ന് കരുതി എൻ്റെ പ്ലസ്സുകൾ പ്ലസ് അല്ലാതാവുന്നില്ല, വോട്ട് ചെയ്തെന്ന് കരുതി ആരുടെയെങ്കിലും മൈനസ് പ്ലസ് ആവുന്നുമില്ല. ആ ചിന്തയിൽ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.